ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടി എങ്ങനെ നമുക്ക് ഒറ്റ ദിവസം വേണ്ട മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മളെ ചട്ടി എങ്ങനെ മയക്കിയെടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ എങ്ങനെ ആക്കാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചട്ടി ഞാൻ മയക്കിയെടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു ചീനച്ചട്ടിയാണ് കേട്ടോ അതിന് മയക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓയിലെല്ലാം തേച്ച് ഒന്ന് മയക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പം ഇത് എങ്ങനെ നമുക്ക് മയക്കിയെടുക്കുന്നതെന്ന് കാണാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ ഹൈപ്പും കൂടി തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അരി കഴുകിയ വെള്ളമില്ലേ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇന്നത്തെ തന്നെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടുപ്പിലാണ് കേട്ടോ, അടുപ്പിൽ വെച്ചാണ് കേട്ടോ തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതാ നല്ലോണം കുറുകിയിട്ട് നല്ല രീതിക്ക് തിളപ്പിച്ച ശേഷം നമുക്കത് കുറച്ച് നേരം വെച്ച ശേഷം കഴുകിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ തിളച്ച ശേഷം കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ചീനച്ചട്ടി കഞ്ഞിവെള്ളമായിട്ട് നല്ലോണം തിളച്ച ശേഷം പിന്നെ ഞാൻ ഇതിനത് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എൻ്റെ കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയുള്ളതാണ് കേട്ടോ, അതാണ് ഇങ്ങനെ ഒരു കട്ടിയായിട്ട് വന്നത് കേട്ടോ. പിന്നെ ഇത് വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ച് കുറിയാൽ തന്നെ ഈ ഒരു സ്റ്റെപ്പ് മതി കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി തടവിയാൽ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടുള്ള കാണിക്കുന്നത്. അപ്പം വേറൊരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ നല്ലോണം മയക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ചട്ടീൻ്റെ കളറിങ് കാണാൻ പറ്റും, ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പം ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ചട്ടി പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ്. അപ്പം ഇത് നമുക്ക് ചായപ്പൊടിയും അതുപോലെ തന്നെ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ചട്ടിയും ഇതുപോലെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതും നല്ലോണം തിളച്ച ശേഷം കുറച്ച് കുറിയ ശേഷം നമുക്കെന്താക്കാം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് മറ്റേ നമുക്ക് എങ്ങനെയാണ് കഴുകിയെടുത്ത പോലെ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട്, ഇതാ കാണാൻ പറ്റും. ഇനി നമുക്കിതാ ഇതോടെ നമുക്ക് ചട്ടി മയക്കുന്ന സ്റ്റെപ്പ് കഴിഞ്ഞ് കേട്ടോ. എന്നിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ഒന്നെങ്കിൽ കടലപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഇത് മൂന്ന് ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് തേച്ച് കഴിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഇനി ഇത് അരിപ്പൊടി ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ഉള്ളും പുറമെല്ലാം ഒന്ന് ഞാൻ തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ഉപയോഗിച്ച് ഉള്ളും പുറമെല്ലാം ഞാനിന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കളർ ചേഞ്ച് എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ചട്ടി മയക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ച ശേഷം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ചട്ടി പൂർണ്ണമായും മയക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് ഉള്ളും പുറമൊന്ന് ഫുള്ളായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം കേട്ടോ. ഇതാ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് ഒരു ദിവസവും കൂടി വേണ്ട, മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചട്ടി മയക്കാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ചട്ടീൻ്റെ കളർ ചേഞ്ച് മാറിയിട്ടുണ്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.